my God. Very happy month. Happy month anniversary. അപ്പൊ നമ്മളുള്ളത് ഇപ്പോ വയനാടാണ് അല്ലേ? വയനാട് റിസോർട്ട് വന്നിരിക്കുകയാണ്. റിലാക്സ് ആയിരുന്നു. കാരണം 1 month ആയി ഈ സാധനന്റെ ഇവിടെ ആയിട്ട്. അതായത് ഇന്റെ തലന്റെ മുകളില് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. തലന്റെ മുകളിലായിട്ട്. അപ്പം നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമുക്ക് പതിവില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മുടെ കൂടെ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഏതാണ് ആ ഗസ്റ്റുകളിൽ നമുക്ക് നോക്കാം. വരൂ, വാ. അവരും ഉണ്ട് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്? ആ നടക്ക്, തുറക്ക്. അവിടെ ഈ ഗസ്റ്റുകള് നമ്മളെ തൊട്ടടുത്ത ഓപ്പോസിറ്റ് റൂമിൽ ഒളിച്ചു നിൽക്കുന്നു. ഡൂഡിന്റെ പെണ്ണുങ്ങളുണ്ട്. നീ മുടി ഇങ്ങനെ അയക്കല്ലോ, എനിക്ക് പേടിയാവുന്നു. ഇന്നലെ സംഭവിച്ചൊരു കാര്യം നിങ്ങക്ക് അറിയോ? ഞങ്ങൾ ഇവിടെ പുറത്ത് എല്ലാരും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാളെ കാണാനില്ല പെട്ടെന്ന് അല്ലെ? അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വർത്താനത്തിന്റെ ഇടയില്. എന്താ സംഭവിച്ചത്? ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ എല്ലാരും കൂടി ഇരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നത് നമ്മൾ കേട്ടോ. അപ്പൊ അവിടെ ഇത് ഓൾറെഡി ഒരു ഓട് വൈബിലൊക്കെ നിക്കുമ്പോ എങ്ങനെയാ കാണിച്ച അൽഫിയ? ഇങ്ങനെ ഇവള് ഇതിന്റെ ഉള്ളിൽ കൂടെ തല ഇട്ടിട്ട് പുറത്ത് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് അത് ഞാനാണ് ആദ്യം കണ്ടത്. ഞാൻ കണ്ടപ്പോ അതൊന്നല്ല ഇവള് ഇവിടെ ഇരിക്കുന്നത്. പ്ലാൻ ഇട്ടത് റോഷനെ പേടിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഈ മണ്ടൻ എന്തിനാ പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഇവര് രണ്ടുപേരും. ഇവരെ എക്സ്പ്രഷൻ മാത്രമേ കണ്ടുള്ളൂ ഞെട്ടിയിട്ട്. എന്നിട്ട് ഞാനാ ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്ന സാധനം. ഗ്ലാസ് ഒക്കെ ഒറ്റ തെറിക്കല്, ചവിട്ടി തെറിക്കല്. ഇവിടുന്നാണ് ആട്ടുന്നത്, ഇവിടെ പിടിക്കണിങ്ങനെ. പിന്നെ പ്രേതം വന്നാ തീർന്നില്ലേ? ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രേതത്തിനാണെന്നുണ്ടെങ്കിൽ വാതിലടച്ചാലും കേറി വരാലോ. സീന് മുടി കാണുമ്പോ എനിക്ക് പേടിയാവുക. അതന്നെ ഇങ്ങനാക്കിട്ടെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് പ്രേതത്തിന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടൂലല്ലോ. കമോൺ. എനിക്ക് ചെറിയ അത്ഭുതാട്ടോ. കാരണം രാവിലെ തന്നെ എണീറ്റ് ഇന്നലെ നമ്മള് പൂൾ സൈഡ് ആട്ടോ. ഈ ഭാഗം പൂൾ സൈഡ് ഒരു സെപ്പറേറ്റ് ഭാഗമാണ്. ഈ പൂൾ സൈഡ് പോയിട്ട് ഞങ്ങള് ഒരു 6:30-7 മണിക്ക് ഞങ്ങള് പോയി ചാടി. അതെ, അത് ചാടില്ലെങ്കിൽ മിസ്. കാരണം ഇവിടെ ഏറ്റവും വലിയ പൂളാട്ടോ. വലിയ പൂളാണ്. അത്യാവശ്യം ഇതുണ്ട്. പിന്നെ തണുപ്പില്ലായിരുന്നു വെള്ളത്തിന്. അതായത് ഒരു വാമായതുകൊണ്ട് നമ്മള് മാക്സിമം എൻജോയ് 1.5 മണിക്കൂറോളം പൂളിൽ തന്നെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഫുഡ് കഴിച്ച് കൊറേ കാര്യങ്ങൾ വ്ലോഗ് എടുത്തിട്ടില്ല. മടിയന്മാരായി ആംബിയൻസ് അങ്ങോട്ട് ആസ്വദിച്ചു. അതിന് ഇന്നലെ പ്രത്യേകം ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങോട്ട് എടുക്കാം. പക്ഷെ ഉള്ള കുറച്ച് വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തിരുന്നു. ഇന്ന് മുതൽ പണി തുടങ്ങാന്ന് വിചാരിച്ച്. ഫുഡ് കഴിച്ചിട്ട് തുടങ്ങുമ്പോ അതെ, കണ്ടില്ല ഇവിടെ എന്തോ ഒരു പൂജന്റെ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ പൂജ? പൂജ ഇതിന്റെ. ഹായ്, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട്? അതെ, കഴിച്ചങ്ങള്? റിസപ്ഷൻ ഇതാട്ടോ. യെസ്, റെസ്റ്റോറന്റ് ആ ഭാഗത്താ. കിളിക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ വീണോയതാ ആണല്ലേ? ചൂടാക്കാൻ വെച്ചതല്ലേ? ഇവിടെ വെള്ളത്തിൽ വീണ കേട്ടോ. അവിടെ ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. എന്റെ മോനെ, അത് കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതിന്റെ വായ ഉണ്ടല്ലേ? അതിന്റെ അടിയിൽ കൂടുണ്ട്. ആണോ? അതിനകത്തുനിന്ന് വെള്ളത്തിലേക്ക് വീണതാണ്. ഇതിൽ മീനുണ്ട് അല്ലേ? ഇവിടെ കടത്തുന്ന എന്ത് മീനുള്ളേ? അപ്പൊ തന്നെ അടിച്ചാണല്ലേ? ആണല്ലേ? ഇത് കുട്ടിയാണ്. അപ്പൊ ഭക്ഷണം കൊടുത്തിട്ട് ഇതാക്കേണ്ടി വരും.
എന്താ നമ്മുടെ എടാ നമ്മളെ സ്റ്റാൻഡേർഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പക്ഷെ ഞാൻ 2 സാധനം കോൺഫ്ലിക്സ് എടുത്തു. ഒന്ന് കോൺഫ്ലക്സ് കഴിഞ്ഞിട്ട് എടുക്കാലോ. നിനക്കുള്ള 2 പ്ലേറ്റ് സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓ നന്മയുള്ള ലോകമേ ഇല്ല. എന്റെ പെണ്ണുങ്ങളെവിടാ? അതാ ഓളത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. മോളെ എന്താ ഉണ്ടാക്കുന്നേ? നോക്ക് ഇന്ന് നിനക്ക് അല്ലല്ല അൽഫി എന്താ അറിയോ, ഇന്ന് ഇവളുടെ ചോയ്സിനാണ്. ഇവൾക്ക് എത്ര വേണമെങ്കിലും ഇവിടുന്ന് എടുത്ത് കഴിക്കാം. മന്ത് ആനിവേഴ്സറിന് ഇനി ഞാൻ ഒന്നും തന്നില്ല എന്ന് വേണ്ട അല്ലേ അൽഫിയ? ഇനി ഒന്നും തന്നില്ല എന്ന് പറയരുത്. ഹാപ്പി ആയില്ലേ? കോൺഫ്ലെക്സ് വേണമെങ്കിൽ 2 പൊടിയും കൂടി ഇട്ടോ. ബ്രെഡ് എന്ന് തുടങ്ങണോ അതോ ബട്ടർ കഴിക്കാറുള്ളൂ? സീരിയസ്ലി വീട്ടിൽ നിന്ന് ബട്ടർ കഴിക്കാറുള്ളൂ. ഓ അതെ. ഹെൽത്തി ആയിട്ട് ഏതായിരിക്കും നന്നാവാ? ഓക്കെ, എന്നാ ഹെൽത്ത് പരമായിട്ട് അത് ഒഴിച്ചോളൂ. ഗ്രേപ്പ് അല്ല, ബീട്രൂട്ട് ആണ് അത്. അതാ ഹെൽത്ത് പരമായിട്ട് നല്ലതാണ്. ഹെൽത്ത് കോൺഷ്യസ് ആണ് ഞാൻ, യുനോ. നല്ല ഫ്രഷ് ഇഡ്ലി, മനസ്സിലായോ? അല്ല, നമ്മള് 4 പേരല്ലേ ഇവിടെ? പ്ലേറ്റ് എത്ര ഉണ്ട്? 1 2 3 4 5. അതെ, ഇന്നലെ കോമഡി ആയിരുന്നു. നമ്മളൊരു ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഓർഡർ ചെയ്ത്, ദെൻ വീണ്ടും നൂഡിൽസ് വീണ്ടും ഓർഡർ. ക്വാണ്ടിറ്റി പോരാതെ പറഞ്ഞിട്ട് ആദ്യം അൽഫി ഓർഡർ ചെയ്ത് അത് മതിയില്ലേ, മതിയാവുമല്ലോ നമുക്ക് എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് രണ്ടാളൊരു പെടുത്ത. അതെ, മന്ത് ആനിവേഴ്സറിക്ക് പിന്നെ അങ്ങനെ ഒന്നും ചെല്ലല്ലേ മോളെ? ഇവിടെ ഡേ ആണ്, അതുകൊണ്ട് എന്താ എത്രയോ ഓൾക്ക് തിന്നാനുള്ള ഒരു ഇത് കൊടുത്തിരിക്കുക. ഇതൊന്നും കുടിച്ചു നോക്കിയ ഗ്രേപ്പ് ജ്യൂസ്. ഇതാണോ ഗ്രേപ്പ് ജ്യൂസ്? എന്താ പറ്റി? ബീട്രൂട്ട് ആടാ. ഹെൽത്ത് കോൺഷ്യസ് ആണ്. നീ എന്ത് വിചാരിച്ച ഗ്രേപ്പ് ആണോ? ഇവര് കൊടുത്താ മതിയായിരുന്നു. നമ്മള് ഹെൽത്ത് കോൺഷ്യസ് നോക്കിയതാ. കുടിക്കും ബേബി. ബേബി കുടിക്കും. ബേബി അല്ലേ എടുത്തത്? കുടിക്കണ മൊത്തം കുടിക്കുന്നു. പറ്റും. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടത്തിൽ എനിക്ക് മാത്രമുള്ള എത്തിരിയെങ്കിലും ഒരു തലക്കുള്ളിൽ ഇതുള്ളത് അല്ലേ? ലൈവായിട്ട് ചെസ് കളിച്ചാലോ? കളിക്കാറില്ല. എടുത്ത് പോക്കി വെക്കടേ. ഇത് റെക്കോർഡിന്റെ ഇത് കമ്പ്യൂട്ടറില് അത്രല്ല. ഇത് കണ്ടോ അല്ലേ മറിയാദൂക്ക്? മുകളിലേക്ക് നോക്കിയേ, ഫുൾ പൂകള്. ഈ പോണ വഴിയിലൊക്കെ മൊത്തം ഓരോന്നും ഓരോ ടൈപ്പ്. നിങ്ങളെ വീഡിയോയിലെത്തി കിട്ടിയില്ലേ മലയണ്ണാൻ വന്നിട്ട് ഇവർക്ക് ഇന്നലെ എന്റെ തല പറയുന്നതിന് തല കാട്ടി കൊടുക്കുന്നത്. ജമ്പ് ചെയ്ത് അതെങ്ങനെ ഈ പറഞ്ഞത്? മലയണ്ണാനെ ജമ്പ് ചെയ്യുന്ന ഹിന്ദിയാണ് ട്ടാ, ഹിന്ദിയാണ്. അപ്പൊ എനിക്ക് തോന്നണ ജമ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് വീഡിയോയില് ഞാൻ അടിപൊളിയാണോ മലയാളം മലയാളം അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ കൊല്ലം മുമ്പ് വന്നിട്ട്, അതായത് ഒരു 2 കൊല്ലം 3 കൊല്ലം ആയിട്ടുണ്ടാവും ആ മലയണ്ണാന്. അല്ല, നോർത്ത് ഇന്ത്യൻസിന്റെ കൂടെ വന്നത്. കുടുംബം കലക്കല്ലട്ടാ. ഞാൻ അങ്ങനൊന്നും ഇല്ലട്ടാ. മോളെ ഇക്കൊക്കെ അങ്ങനൊന്നും ഇല്ല. ഈ അതൊന്നും വിചാരിക്കണ്ട. മന്ത് ആനിവേഴ്സറി എന്നായിട്ട് എന്റെ ഡെത്ത് ആനിവേഴ്സറി ആക്കരുതിട്ടേ അല്ലേ? നിഷ്കളന്ത. അതെ, ഈ നോക്ക്, ഈ പാവത്തിനെ കണ്ടിട്ട് ലുക്കാണ്. കള്ള നോക്ക്, ജന്മനാ ഉള്ളതാ. അതെന്ത്? അതാ അതാ അതാ
ആ അതാ നിക്കുന്നേ, അതൊക്കെ നോക്ക്. അവര് ഇതുണ്ട്, കൂടുണ്ട് അവിടെ. ആ അതവിടെ നിക്കണ്. ആ അതാ ഗൈസ്, അതാ അവനെന്നെ. നിങ്ങള് വിളിച്ചപ്പോ നേരത്തെ വിളിച്ചില്ലേ? നിന്റെ സൗണ്ട് കേട്ടു. അതെ, എന്നെ മൈൻഡ് ചെയ്യാനാ പറയുന്നേ. ഇതാ മുകളിലതാ ഒരാൾ അവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ആ എപ്പോഴും തല്ലെന്നാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടണ്ട, നമ്മൾ വല്ലവരും ലൈഫിലേക്ക് എത്തി നോക്കണ്ടല്ലേ. ഇവിടെ അതായത് വിശ്വാസമല്ല, നീ എന്നെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് ഒന്നല്ല, അതായത് നമ്മള് സിംഗിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകും. അതായത് ഒന്നുമില്ല, കേക്ക് കട്ടിങ്. എനിക്ക് വേണം സർപ്രൈസ്. എനിക്ക് സർപ്രൈസസ് ഭയങ്കര ഇഷ്ടമായ ഒരു പറഞ്ഞ കുടുങ്ങിയല്ലോ. വേണ്ട, ഇന്ന് നമുക്ക് പിങ്കിക്ക് കൊടുക്കാം. പിങ്കില്ല, സിംഗി. ഓള് കേക്കണ്ട, നീ പിങ്കിന്ന് വിളിക്കണേ. സിംഗിക്ക് അപ്പം നമ്മള് നൈസായിട്ട് ഒരു കേക്ക് അവിടെ നിന്ന് പോകുമ്പോ ഓള് വിചാരിച്ചിപ്പോ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം പോകുമ്പോ അവിടെ ഇറക്കി വിടും. ഇറക്കി വിടല്ല, റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി കേക്ക് മുറിക്കണം. അപ്പൊ ഇത് ഇവിടെ കേക്ക് സെറ്റ് ചെയ്തു. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചത് ഓൾറെഡി ഇവര് മറന്നുപോയിന്നാ. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നു, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കോള് വന്ന് റെഡിയാണെന്നല്ല. അങ്ങനെയാണ് നമുക്ക് സർപ്രൈസ് ചെയ്തിൽ ഇപ്പം തന്നെ പോയി പറഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അല്ലല്ല ഇപ്പൊ എടാ അവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് സർപ്രൈസ് ഉണ്ടെന്ന്. ഞാൻ എന്തിനായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു ഇത്. എനിക്ക് പിന്നെ വേറെ എന്നെ ഇതിലെ കുട്ടിക്ക് ശുഭമാക്കി തരും. അതെ, അപ്പൊ ഇത് നമ്മുടെ കോട്ടേജ്, അത് അവരെ കോട്ടേജ് ആയിരുന്നു. പക്ഷെ നമ്മൾ കൂടുതലും അവിടെ തന്നെ ആയിരുന്നു ഉണ്ടായത്. ഇതിന്നാണ് പ്രേതം അവിടെ വന്നത്. എല്ലാം ഒരു ഓർമ്മ. പക്ഷെ വ്യൂ, ഈ ചോല വെട്ടിയതിനെ കൊണ്ടാട്ടോ നല്ല ഈ മലകളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഹായ് ബൈ. നമ്മുടെ മണവാട്ടി ഒരു പാർട്ടി ലുക്കിലാ. മണവാട്ടി നോക്കി കയ്യിലൊക്കെ നോക്കിയ ചെരുപ്പൊക്കെ പിടിച്ച് കൊള്ളാം. ഇവര് പിന്നെ അതെ മാച്ചിങ് അതെ. ഏത് മറ്റേ സാധനം? അതെ, ആഫ്റ്റർ ലോങ് ടൈം അല്ലേ. ഇതാ ഈ വ്യക്തിയാണ്, മഹത് വ്യക്തിയാണ് ഇവിടുത്തെ GM കേട്ടോ. നമ്മള് കുറെ കാലമായിട്ടുള്ള കമ്പനി അല്ലേ, ഇവിടെ വയനാടൊക്കെ മൊത്തം ഉള്ളപ്പം. ഇന്നലെ ഒന്നും കാണാൻ പറ്റില്ല. എവിടെ പോയതിന് നമ്മളെ ഒരു ടൈം. പിന്നെ നമ്മൾ ഇന്നലെ മിനിയാന്ന് രാത്രിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, മിനിയാന്ന് 1:30 ആകുമ്പോൾ എത്തിയത്. പിന്നെ വർത്തമാനം പറഞ്ഞു നിന്നപ്പോഴത്തിന് രാവിലെ ആയി. പിന്നെ രാവിലെ 7 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ കിടന്നതാ. മോളെ ഒന്ന് ചെറുതായിട്ട് കിടക്കാൻ ചോദിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ ഇവര് കറക്റ്റ് വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലേ. അപ്പോൾ മന്ത് ആനിവേഴ്സറിയാ. ഇതൊന്നും ഞമ്മക്കറിയൂലല്ലോ. ഇത് മനസ്സിലായി മുമ്പ് തന്നിരുന്ന അഡ്വൈസ് എന്തായിരുന്നു എന്നൊക്കെ. അതെ, അപ്പൊ നമുക്ക് അവിടെ അവിടേക്ക് പോയാലോ? അതെ. ഭാര്യയില്ല, 2 കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഡ്രിങ്കിങ്ങിന്റെ. അത്രേ പറ്റിട്ടുള്ളൂ. 2 ദിവസം നിന്നതിനോട് ഇത്ര പറ്റിട്ടുള്ളൂ അല്ലേ? ഒരെണ്ണം നമ്മള് പേടിപ്പിച്ച്. മെനാനത്തിന് ഞാനല്ല റെസ്പോൺസിബിൾ അല്ല, അത് പ്രാതം. അതെ, ഒരു കേക്ക് കട്ടിങ് അല്ല. നീ അപ്പൊ ഇങ്ങനെ ആവണം. ഏത് സർപ്രൈസ് എന്ന് പറയുമ്പോ കുറച്ച് ബാക്കോട്ട് പോയാ നോക്ക്. ഇവളിത് സാധാ സാധനം എന്തോ പറഞ്ഞു. അനി വാ മറിയാ, കേക്ക്. അതെ, നീ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അതെ, ഇനി ഞങ്ങൾ ഒന്ന് ക്യാമറ പിടിച്ചേരടാ. പ്രമുഖ വ്യക്തികളെ കൊണ്ട് ക്യാമറ പിടിപ്പിക്കാൻ അത് അത്ര ശരിയല്ല. പിന്നെ ജാടില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അതാണ് ക്യാമറ. അതെ, അപ്പൊ നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് മുറിക്കാം. സാറോട് പോയി, സാറോട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരാളോട് താങ്ക്സ് പറഞ്ഞു, അതായത് വിൻഫ്ലവർ റിസോർട്ട് വയനാട് ഇവരോട്. അതെ, പിന്നെ നമ്മളെ മുന്നിൽ തന്നെ ബുദ്ധനുണ്ട്. ബുദ്ധനോട് ഒരു പ്രണാമം അതല്ലേ വേണ്ടേ? അതല്ലേ പറയാ, ഒരു പ്രണാമം. അപ്പൊ നമ്മൾ തുടങ്ങട്ടെ, കട്ട് ചെയ്യട്ടെ. ഹാപ്പി മന്ത് ആനിവേഴ്സറി. ഒരു മാസം എൻ്റെ ജീവിതത്തിലെ
ഞാൻ മറക്കാൻ പറ്റാത്ത ആ ഒരു നിമിഷമായിരുന്നു. ആ നിമിഷം എന്താ ഉണങ്ങ് എന്താ പറയാ, ഇനി എന്തോരം മാസം കിടക്കണ, എന്തോരം കേക്ക് കിടക്കണം. അങ്ങനെ ഒരു ടോക്ക്, അതാണ് അങ്ങനെ ഒരു ടോക്ക്. ഒരു കൊല്ലത്തെ കേക്കിന്റെ കേക്ക് പീടിയ തുടങ്ങായിരുന്നു നമുക്ക്. ഇനി മറ്റേതില്ലേ ബർത്ത്ഡേ കാട്ടോ, ഈ ചടങ്ങിൽ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾക്കൊക്കെ തരിക. ഞങ്ങളെ കല്യാണം വിളിച്ചില്ല, മോശം. അത് ഞങ്ങൾ ഇടക്കിടക്ക് പുട്ടിന് തേങ്ങിടുന്ന പോലെ ഞങ്ങൾ പറയും. ഞാൻ പറഞ്ഞിട്ടേ അതിന്റെ ഒരു കാരണം, അതിന്റെ ഒരു വിഷമം തീർക്കാനാണ് ഈ പരിപാടിക്ക് വിളിച്ചത്. ഒന്നും പറയാം. എടി മറ്റുള്ളത് കുറെ ആൾക്കാരുള്ള പരിപാടി ഞാൻ ഇന്നലെ തന്നത് ഇനിയും ഞങ്ങളൊക്കെ ഇന്ന് ഒരുപാട് ഗിഫ്റ്റുകൾ തനിക്കുണ്ട്. പ്രതീക്ഷിക്കുന്നില്ല. നീയും തയ്പ്പിച്ച് വെച്ചോ ഒരു ഇത്. അത് സലീംകുമാർ പറഞ്ഞ സാധനം കേട്ടോ, പാണ്ടിപ്പടയില്. അപ്പൊ ആ പടം പോയി കണ്ടിട്ട് ആ ഡയലോഗ് നോക്കിയിട്ട് തിരിച്ചു വരാ. അത് ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. രാവിലെ എന്തോ പൂജ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു അല്ലേ? അതെ. നേരത്തെ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ രസമുണ്ട് കേട്ടോ. നോക്കട്ടെ. ഞാൻ എപ്പോഴും നല്ല ആളോടാണ് ഞാൻ പറഞ്ഞത് അല്ലേ? നീ എന്ത് തേങ്ങ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് ഹൈലൈറ്റ് ആവും. ഇല്ല, ഞാൻ എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട് മാച്ചിങ് പക്ഷെ ഇവൻ എന്താ അതെന്തോ വലിയ എന്തോ കൊലപാതകം ചെയ്യുന്നതിന് ഈക്വൽ. എന്താണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രശ്നമാണല്ലോ ഈ വീഡിയോയിൽ മൊത്തം എനിക്കുള്ളതാണല്ലോ. പൊരുത്തോ കിട്ടൂല, നമ്മൾ ഡ്രസ്സിലെങ്കിലും പൊരുത്തം കാണിക്കണം. മനസ്സിലായില്ലേ? വണ്ടിയാണ്. അതെ, നിങ്ങളെല്ലാരും വിചാരിക്കും ഞങ്ങൾ തമ്മിൽ തല്ലാന്ന്, പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ പുറത്തത്തെ നിങ്ങളെ കണ്ണ് തട്ടരുത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആക്കുകയാണ് അല്ലേ? അതാണ് മനസ്സിലായ ഐഡിയ ഉണ്ട്. അതെ, ഞങ്ങള് ഇപ്പൊ ആ പൂള് വരെ പോണം, അവിടെ വരെ പോയി ഇങ്ങോട്ട് വരണല്ലോ വിചാരിച്ചിട്ട് നമ്മള് വണ്ടിയിൽ പോകും. നമ്മള് കണ്ടില്ലേ കോട്ടേജസ് പണ്ട് നമ്മള് കൊരങ്ങന്മാര് കൊരങ്ങന്മാര് സാലി 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 ആ അൽഫി ഉണ്ടല്ലോ. അൽഫി അതെ, അതൊക്കെ ഇതെല്ലാരും കുളിച്ച് വരെ കുളിക്കടവിന്ന് വരുന്ന മാതിരിണ്ടല്ലോ അവരത്. പിന്നെ ഇങ്ങോട്ട് ജാടാക്കാത്. അതെ, കണ്ടില്ലേ ഈ മരം പൂൾ സൈഡിലുള്ള ഒരു മരം കേട്ടോ, ശംഖുപുഷ്പ. ഇത് ശംഖുപുഷ്പല്ലല്ലോ, ഈ മഞ്ഞ കോളാമ്പി. ആ കോളാമ്പി അല്ലേ? നിങ്ങളെ അടുക്ക് കോളാമ്പി എന്നാണോ പറയാന്നുള്ള കമന്റ് ചെയ്യട്ടോ. ഇതല്ലേ പൂള്, ബിഗ്ഗസ്റ്റ് പൂളാ. നമ്മൾ ഇന്നലെ ഇന്നലെ നൈസായിട്ട് ഞങ്ങള് ആ ടൈമിൽ ആരും അധികം ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഫുൾ, അതായത് വാം വാട്ടർ. ഈ ടൈമിലേക്ക് ഇത് ഒന്നിന് തണുപ്പുണ്ടാവും തോന്നുന്നു. നോക്കിയോട്ടെ, ആ ഇപ്പൊ തണുപ്പുണ്ടടാ. ആ ഇന്നലെ നമുക്ക് ഭയങ്കര ലക്കായിരുന്നു. ആ പകല് ചൂടായിട്ടേ. എന്താ പറഞ്ഞേ? കേട്ടില്ല. അത് കേട്ടിട്ടുണ്ടോ? മൈക്ക് ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും മുഖച്ചായ സെയിം ആണോ നോക്കട്ടെ. എടാ ഒന്ന് എന്റെ നിന്റെയും മുഖച്ചായം എവിടെയെങ്കിലും ഒരേപോലെ ഉണ്ടോ നോക്കട്ടെ. അല്ല, അൽഫിയാണ്. അൽഫി ആണോ? അൽഫിന്റെ മുഖം ശരിയാ, നല്ല ക്യൂട്ട് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. അതെ, ഇതിനെ കാണാനല്ലേ? അതെ, ഇവിടെ ഇരിക്കുന്നതിനെ കാണാൻ കറക്റ്റ്. അതിന് നമ്മൾ ക്യൂട്ടല്ല പറഞ്ഞില്ലേ, ക്യൂട്ടാണ്. സാലിന് ഒരേ ഒരു ആഗ്രഹം, റീൽ എടുത്ത് തരുന്ന അത് എഡിറ്റും ചെയ്തു തരണമെന്ന് അല്ലേ? ഇപ്പൊ ലാഭമല്ലോ. ഒരു എന്താ പറയാ, കല്യാണം കഴിഞ്ഞ ന്യൂലി കപ്പിൾസ് നമ്മളൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. അതെ, എന്റെ ഗിഫ്റ്റ് ഞാൻ തന്നു, അപ്പൊ അവന്റെ ഗിഫ്റ്റ് അവൻ തരണ്ടേ? തരണല്ലോ. അതെ, നീ എന്ത് ഗിഫ്റ്റാ തിരിച്ചു കൊടുക്കുന്നത്? നമുക്ക് നന്നായിട്ട് കൊടുക്കാം. നല്ല ഗിഫ്റ്റ് തന്നെ നോക്കി കൊടുക്കാം. നല്ല ഗിഫ്റ്റ് തരാം. പക്ഷെ നമുക്ക് തൃപ്തിയായിട്ടില്ല. അതെ 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 അതെ. ഇപ്പൊ റൊമാൻറ്റിക് ആവാനാ പറഞ്ഞ, റൊമാൻറ്റിക് ആവോ? ഞാൻ ചിരിച്ചോണ്ടാണ് വരേണ്ടത്. ആ റൊമാൻസ് എനിക്ക് വരില്ല. വിരളി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടമാരില്ലേ? അല്ല അങ്ങല്ല, ഭംഗിയുണ്ടോ ഫ്രെയിമില്? കുളിക്കണോക്കെ കുളിക്കൊക്കെ ചെയ്യണം.
അല്ല ഞാൻ എങ്ങനെ നിക്കണം എന്ന് പറ. എന്താ ചെയ്യണ്ടേ? ഞാൻ ഒരു മൂവിങ് വേണോ? വരുന്നില്ല ആ കുറച്ച് ഇടിക്കുക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇമാതിരി ഇടി ഇടിക്കരുതിട്ടാ. അത് വരില്ലല്ലോ. മൂഞ്ചിയേ കുഞ്ഞിലം കയ്യിൽ വെള്ളി കൊരിയിടിക്കാൻ കൊണ്ടേകൻ കുറ്റിക്കളിന്റേൽ അച്ചിക്കിളിക്കൂറും നേരം പഞ്ഞേലി തൂവൽ കൊണ്ടുവിടെ കോടൊരുക്കാൻ. വലിയ താങ്ക്സ്. കാരണം ഞങ്ങളുടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റീലാണ് ഡ്യൂഡ് തന്നിട്ടുള്ളത്. പിന്നെ പൂ എറിഞ്ഞ ആൾക്കാർ അടിപൊളിയായിരുന്നു. അൽഫും ഞാനും കഴിവേറികളായിരുന്നു. തന്നത് വേറെ. ഞാൻ കേട്ടത് ഇന്നത് വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ മരിച്ചു. അപ്പൊ നമ്മള് പോവാണ്. അതെ, താങ്ക്സ് ഫോർ കേക്ക്. മന്ത് ആനിവേഴ്സറിന്റെ കേക്കൊക്കെ ഇവിടുന്നായിരുന്നു. അപ്പം നമ്മൾ വിൻഫ്ലവർ റിസോർട്ടാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. നമ്മളില്ലേ മുമ്പ് നമ്മുടെ യൂട്യൂബേഴ്സ് കുറെ ആൾക്കാർ ഇവിടെ വന്നു പോണതാ. എത്ര റൂംസ് ഉണ്ട് ഇവിടെ? ആകെ ഒരു പരാതി, എനിക്ക് ഒരു പരാതി മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് ജക്കൂസി റൂം തന്നില്ല. ഫുള്ളാണ്. അതുകൊണ്ട് ആണല്ലേ? റിനോവേഷൻ നടക്കണ്ട? കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ തരൂലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതെ, ജൂണിലല്ലേ? ഓക്കെ. കിഡിലൻ എന്താ പറയാ, നല്ല ഫുഡാണ്, ഭക്ഷണവും ഇഷ്ടം പോലെ, അതേപോലെ തന്നെ നല്ല പ്രൈവസിയും ആണ് കേട്ടോ. നല്ല ക്ലൈമറ്റും കിഡിലനാണ്. അപ്പൊ കുറെ ഏരിയ ഉണ്ട്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് അല്ലേ? ഒരുപാടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ശരി, നമ്മൾ ചിലപ്പോ ഞാൻ ഇവരെയും പൊക്കി നേരെ ഊട്ടിക്ക് വിടും. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും നമ്പറും ബുക്കിംഗ് ഡീറ്റെയിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ ആൾക്കാർ ഒന്ന് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണേ. ഓക്കെ. റോയൽ ക്രൗണിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആഷിക്കിന്റെ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുകയാണ്. ലൈറ്റ് അടിച്ചിരുന്നുണ്ടല്ലോ. ഇപ്പൊ നല്ല വെളിച്ചല്ലേ? ഓക്കെ. അതെ. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താ പറഞ്ഞാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നേരെ നമുക്ക് ഊട്ടി പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മളെ കുട്ടി ഒരു ചോദ്യം, എനിക്ക് ഊട്ടി പോകണം. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു മക്കൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ. ഊട്ടി മസനഗുഡി വഴിയിലേക്ക് നമുക്ക് മേപ്പാടി വഴിയായാലും പോവാം. വേറൊരു കാര്യമുണ്ട്, ചിലപ്പോ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഊട്ടി പോകണെന്ന്. ചിലപ്പോ നമ്മൾ ഊട്ടി പോകലുണ്ടാവില്ല, രണ്ടുണ്ടാവാം. അതെ, കോഴിക്കോട് പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ രണ്ടിലേതെങ്കിലും ഒന്നൊക്കെ നടക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ, ലൈക്ക് ചെയ്യൂ. അങ്ങനെ 1 മാസമായി എൻ്റെ മോള് തട്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ. അതെ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ.